എറണാകുളത്ത് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വലിയ തീപിടുത്തമായിരുന്നു, പക്ഷെ അത് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? രോഹിണി, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ തീ പിടിച്ചത്. ഇത് ഒരു ഫർണിച്ചർ, അതായത് സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടുത്തെ കസേരകളടക്കം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ ഫർണിച്ചറുകളും പൂർണ്ണമായും തന്നെ അഗ്നിക്കിരയായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കടയുടമ പറയുന്നത്. പ്രാഥമിക വിലയിരുത്തലാണിത്. 3 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കെട്ടിടത്തിന് സമീപം തന്നെ 2 പെട്രോൾ പമ്പുകളുണ്ട്. സമീപം ഇതിനോട് ചേർന്ന് തന്നെ ഹോട്ടലുണ്ട്. തീ അണയ്ക്കാനായത്, അതായത് മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ തീ അണയ്ക്കാനായത് വലിയ ഒരു അപകടത്തിൽ നിന്ന്, ആളപായം അടക്കമുണ്ടാകുമായിരുന്ന ഒരു വലിയ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഗാന്ധിനഗറിൽ നിന്നടക്കം 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ കടയുടമ പറയുന്നത്, ഇന്നലെ ഈ കട അവധിയായിരുന്നു എങ്കിലും അദ്ദേഹം ഇന്നലെ 10:30 ഇവിടെ വന്നു. കടയിലെ മെയിൻ സ്വിച്ച് അടക്കം ഓഫ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു തീ പടർന്നു പിടിച്ചതെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ കടയിൽ ഇതിനു മുൻപ് പല തരത്തിലുള്ള മോഷണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഒരു സംശയം. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ കടയും മറ്റൊരു ബിൽഡിങ്ങും കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ പമ്പ് ഒരെണ്ണം ഒരു സൈഡിലും, ഒരു പെട്രോൾ പമ്പ് ഇതിൻ്റെ മറു സൈഡിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകളുണ്ട്. ഇവിടെ നിന്ന് ആളുകളെ അടക്കം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചത്. സാർ, എത്ര മണിയോടുകൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു അപകടം നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങളൊരു 3:15 അറിഞ്ഞതാണ്. ഉടൻ തന്നെ ഗാന്ധിനഗർ നിലയത്തിൽ നിന്നും ക്ലബ് റോഡ് നിലയത്തിൽ നിന്ന് ഞങ്ങൾ ഗാന്ധിനഗർ നിലയത്തിൽ നിന്ന് ഉടൻ തന്നെ തൊട്ട് പുറകെ ക്ലബ് റോഡ് നിലയം എത്തി. വേറെ 6 നിലയങ്ങൾ വിളിച്ചു വരുത്തി ഫൈറ്റ് ചെയ്തു. വന്നപ്പോൾ നല്ല കത്തായിരുന്നു. ഇത് ഷീറ്റിട്ടൊക്കെ മറച്ചിരിക്കുന്നത് കാരണം വെള്ളം സോഴ്സിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്തുള്ള കെട്ടിടങ്ങളുള്ളത് കൊണ്ട് തന്നെ 1-2 യൂണിറ്റ് ഇവിടെ നിൽക്കുകയും പുറയിലൂടെയും വർക്ക് ചെയ്ത് മറ്റുള്ള കെട്ടിടങ്ങൾക്കും അടുത്തുള്ള കെട്ടിടങ്ങൾക്കും ഒന്നും കേടുവരാതെ ഞങ്ങൾ ഇവിടെ തന്നെ ഒതുക്കി നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. എത്ര സമയം കൊണ്ടാണ് തീ നിങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്? എത്ര സമയം എടുത്തു? ഇപ്പോഴും കുറച്ചുകൂടി ഉണ്ട്. കാരണം ആ പുക വരുന്നത്, കാരണം ഇതെല്ലാം കൂടി കൂടിക്കിടക്കുന്നത് കൊണ്ടും, ആ കസേര സാധനങ്ങൾ ഇരുമ്പെല്ലാം കൂടി കൂടിക്കിടക്കുന്നത് കൊണ്ടും, ഈ തീ കൊണ്ട് റൂഫെല്ലാം വളഞ്ഞ് താഴത്തേക്ക് വന്നതുകൊണ്ടും അടുത്തേക്ക് ചെല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ അതേ സൈഡേ കൂടി അതെല്ലാം മാറ്റി അടുത്തേക്ക് ഇനി കുറച്ചുകൂടി ഇടാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടാക്കിയിട്ട് കുറച്ച് സമയം ആയുള്ളൂ. കാരണം വന്ന് നല്ല കത്ത് ഞങ്ങൾ 3:15 ഒരു 5 മണിക്ക് മുമ്പ് തന്നെ നല്ല കത്തെല്ലാം ഇതന്നെ കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഇതെല്ലാം ഈ പുകയൊക്കെ കെട്ടടങ്ങണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയൊക്കെ ഞങ്ങൾ ചെയ്യണം. അടുത്ത് തന്നെ 2 പെട്രോൾ പമ്പ് ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വലിയൊരു അപകടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊരു വ്യാപ്തിയല്ലേ ഇപ്പം കുറഞ്ഞിരിക്കുന്നത്? അതെ. ഇപ്പം 3 പെട്രോൾ പമ്പ് ഉണ്ട് ചുറ്റും. ഒരു പെട്രോൾ പമ്പ് ഇവിടെ, ഒന്ന് ഇപ്പുറത്തെ സൈഡ്, മുകളിൽ മെട്രോ, പിന്നെ ആ വലിയ കെട്ടിടങ്ങൾ, ഇതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വന്നത് കൊണ്ട് തന്നെ മറ്റുള്ളതിനൊന്നും ഒരു തടസ്സം ഒരു കേടുപാട് വരാതെ ഞങ്ങൾക്ക് ഇതിൽ നിർത്താൻ സാധിക്കും. രോഹിണി, അങ്ങനെ തന്നെയാണ്. 2 പെട്രോൾ പമ്പല്ല, ഈ ഒരു കടയുടെ സമീപത്തായി 3 പെട്രോൾ പമ്പുകളുണ്ട്. ഈ 3 പെട്രോൾ പമ്പുകൾ, അതിന് തൊട്ട് മുകളിലായിട്ട് മെട്രോ സ്റ്റേഷനുണ്ട്. പിന്നീട് ആളുകൾ താമസിക്കുന്നതും അടക്കമുള്ള ഹോട്ടലുകളുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഹോട്ടലുകളിലുള്ള ആളുകളെയൊക്കെ മാറ്റി പിന്നീട് ഇതിനെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. 2 മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാക്കിയത്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ അല്പസമയം കൂടി എടുക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ ചെറിയ രീതിയിൽ തീ ഉണ്ട്. കാരണം ഇത് ഇരുമ്പ് ഷീറ്റിട്ട ഒരു
ഒരു കെട്ടിടമാണ്. ഇതിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ വലിയ ഒരു തീപിടുത്തമായിരുന്നു. ഇതിൻ്റെ ഇരുമ്പ് ഷീറ്റുകളൊക്കെ വളഞ്ഞ് താഴേക്ക് വീണു. പൂർണ്ണമായും ഇതിനുള്ളിലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടയുടമ പറയുന്നതനുസരിച്ച് മോഷണ ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ആ മോഷണ ശ്രമങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ആരെങ്കിലും ഒരു പക്ഷേ ഈ കടയിൽ കയറാൻ ശ്രമിച്ചതായിരിക്കും. അങ്ങനെ കടയിൽ കയറാൻ ശ്രമിച്ചവർ ഏതെങ്കിലും രീതിയിൽ സ്പാർക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് കടയുടമ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. 5:15 ഇവർ 3:15 അവർ സ്ഥലത്തെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു. വലിയൊരു ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും പൂർണ്ണമായും തന്നെ നോർത്തിലെ ഈ കട കത്തി നശിച്ചിട്ടുണ്ട്. രോഹിണി. ശരി നിഷ, എന്തായാലും വലിയ തീപിടുത്തം തന്നെയാണ് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് അതിരാവിലെ 3 മണിയോടുകൂടി തീപിടുത്തം ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ തീ പിടിച്ച കടയ്ക്ക് ചുറ്റും മറ്റ് കടകളും അതോടൊപ്പം 3 പെട്രോൾ പമ്പുകളുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം, അപകടമാണ് ഒഴിവാക്കാൻ സാധിച്ചത് കൃത്യമായ ഫയർഫോഴ്സിന്റെ ഇടപെടലിലൂടെ. നിഷ ദിലീപാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്.